സാംബോ അസോസിയേഷൻ ഓഫ് കേരള റഷ്യൻ ഹൌസ് ഇൻ ട്രിവാൻഡ്രത്തിന്റെ സഹകരണത്തോടെ എഡ്യൂക്കേഷണൽ സാംബോ സെമിനാർ 2025 സംഘടിപ്പിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ലക്ഷ്മി ഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് തലസ്ഥാനത്ത് സാംബോ സെമിനാർ നടത്തിയത്. ഫെബ്രുവരി 22-ന് കാര്യവട്ടം സായ് LNCPയിൽ വച്ചായിരുന്നു സെമിനാർ. ലോക ജൂഡോ സാംബോ ചാമ്പ്യൻ ഉവാലി കുർഷേവിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് സാംബോ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാംബോ ഫെഡറേഷനും റഷ്യൻ ഹൌസും സംയുക്തമായി കാര്യവട്ടം ലക്ഷ്മി ഭായി നാഷണൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വെച്ച് ഫെബ്രുവരി 22-ാം തീയതിയാണ് സാംബോ സെമിനാർ നടത്തിയത്. പരിശീലന പരിപാടിയിൽ കേരളത്തിലെ വിവിധ സാംബോ താരങ്ങളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. 4 പ്രാവശ്യം വേൾഡ് സാംബോ ചാമ്പ്യനും ജൂഡോയിൽ ഒട്ടനവധി അന്താരാഷ്ട്ര മെഡൽ ജേതാവുമായ റഷ്യൻ താരം ഉവാലി കുർഷേവിന്റെ സാന്നിധ്യമായിരുന്നു മുഖ്യ ആകർഷണം. തിരുവനന്തപുരത്ത് സായ് LNCP ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ചായിരുന്നു സാംബോ സെമിനാർ നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇന്ത്യൻ സാംബിസ്റ്റുകളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സെമിനാർ കേരള റഷ്യൻ കോൺസുലേറ്റിന്റെയും സാംബോ അസോസിയേഷൻ കേരളയുടെയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യവട്ടം ലക്ഷ്മി ഭായ് നാഷണൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെയും സഹകരണത്തോടെയാണ് നടന്നത്. ഏഷ്യനെറ്റ് ഗ്രൂപ്പ് ഫൌണ്ടർ ചെയർമാൻ ഡോക്ടർ രാജീവ് മേനോൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായിരുന്നു. സാംബോ അസോസിയേഷൻ ട്രിവാൻഡ്രം പ്രസിഡന്റും സാംബോ ഇന്ത്യൻ അസോസിയേഷൻ റഫറിയും കോച്ചുമായ മാസ്റ്റർ രാഹുൽ HS ആമുഖ പ്രഭാഷണം നടത്തി. തിരുവനന്തപുരം റഷ്യൻ ഫെഡറേഷൻ ഡയറക്ടറും ഹോണറി കൌൺസിലുമായ രതീഷ് C. നായർ, സാംബോ യൂണിയൻ ഓഫ് ഓഷ്യാനിയ ഡയറക്ടർ ജനറൽ സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് റഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ് റസ്ലൻ വരിസോവ്, സാംബോ കോച്ച് ഉവാലി കുർഷേവ് എന്നിവർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. സാംബോ കേരളയുടെ ഫൌണ്ടർ ആൻഡ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യ അതിഥികളെ ആദരിച്ചു. ജില്ലാ ഭാരവാഹികൾ റഷ്യൻ അതിഥികൾക്ക് ഉൾപ്പെടെ സ്നേഹോപഹാരങ്ങൾ കൈമാറി. ന്യൂസ് ഡെസ്ക് BMC ന്യൂസ് ലൈവ്, കൊച്ചി.